എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കൈറോസ് ആളാണെങ്കിൽ അങ്ങനെ സ്ക്വാഡൊക്കെ എടുത്ത് എടുത്ത് ചാടി ഡേമണ്ടയുടെ അടുത്തേക്ക് വന്ന് അവൻ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു മൂമെന്റ് അത് ഡേമണ്ടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഡേമണ്ടയെ കൊണ്ടാണെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. മാത്രമല്ല ആ ഒരു അയൺ അമ്പർല അത് അവന്റെ കൺട്രോൾ വിട്ട് ഏതൊക്കെയോ ഭാഗത്തേക്ക് അങ്ങനെ പാറിപ്പറന്ന് പോവാണ്. ഉടനെ അയൺ ബോൾസ് അതിപ്പോ അവന്റെ ദേഹത്തും കൊണ്ട് അവൻ ഒരുപാട് വേദനിക്കും. ദൂരത്തായിട്ട് റബേക്കയ്ക്കാണെങ്കിൽ ആ ഒരു സീൻ കണ്ടു നിൽക്കാനാവില്ല. കാരണം അയൺ ബോൾസ് ഇപ്പോ കൈറോസിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കൊക്കെ പറ്റിച്ചു കഴിഞ്ഞു. ഇനിയും എനിക്ക് നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് അവള് പപ്പയെ ഹെൽപ്പ് ചെയ്യാൻ പോവാനായിട്ട് റോബിനോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ റോബിൻ ആണെങ്കിൽ നിസ്സഹായാണ്. അവള് വേറെ വഴിയില്ലാതെ ഇപ്പൊ റബേക്കയെ അങ്ങനെ ഇറുക്കി പിടിക്കും. ഇവിടെ കൈറോസ് അവന്റെ ബോഡിയിൽ അയൺ ബോൾസ് കൊള്ളുന്നത് കാര്യമാക്കില്ല. കാരണം അവന്റെ മനസ്സിന്റെ വേദന അത് അതിലും എത്രയോ ഇരട്ടിയാണ്. കൈറോസ് അങ്ങനെ വാൾ നീട്ടി ഡീമണ്ടേക്ക് നേരെ എടുത്തു ചാടുകയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ അവസാനമായി സ്കാർലെറ്റിനെ കാണാനായിട്ട് ഓടി വന്ന ആ ഒരു മൊമെന്റ് അത് ആലോചിക്കും. ആ സമയത്താണ് ഡീമണ്ടെ അവളെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ടോയ് സോൾജിയറായി മാറിയ കൈറോസ് സ്കാർലെറ്റിനെ എടുത്ത് മടിയിൽ വെച്ച് പൊട്ടിക്കരയും. കട്ട് ചെയ്ത കൈറോസ് പല്ല് കടിച്ച് വമ്പ കലിപ്പിൽ അവനോട് പറയും, ഇത്രയും കാലവും ഞാൻ കരുതി വെച്ച നിന്നോടുള്ള ദേഷ്യം, ഞങ്ങളുടെ ഈ ഐലാൻഡിനോട് നീയും നിന്റെ ഡോഫ്ലമിംഗോയും ചെയ്ത ക്രൂരത, അതിനെല്ലാം പകരം ചോദിക്കാനുള്ള സമയമാണിത്. നിന്റെ സമയം അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ആദ്യം ആ സ്ക്വാഡ് വെച്ച് അവന്റെ അയൺ അമ്പർല അത് രണ്ടായിട്ട് വെട്ടിയെറിയും. ഡേമണ്ടേ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അവന്റെ അത്രയും പവറുള്ള അമ്പർല ഇതുവരെ ആരും തകർത്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ഫൈറ്റ് ഇപ്പോ മറ്റൊരു ലെവലിലെത്തിന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. മുൻപ് ആ ഫ്ലവർ ഫീൽഡ് അതെങ്ങനെ വെട്ടി രണ്ടായി പിളർന്നോ അതേ പവർ ഉപയോഗിച്ചിട്ടായിരിക്കും ഡീമണ്ടെ ഇത്തവണയും കൈറോസുമായിട്ട് ഏറ്റുമുട്ടുക. പക്ഷെ കൈറോസിന്റെ പവറിന് യാതൊരു കുറവുമില്ല. അവന്റെ എല്ലാ അറ്റാക്കിൽ നിന്നും കൈറോസ് രക്ഷപ്പെട്ട് ഡീമണ്ടെ വീണ്ടും പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ഇവിടെ വയലറ്റ് ആണെങ്കിൽ അവിടെ നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് അവളുടെ പപ്പയോട് പറയുകയാണ്. റബേക്ക സേഫാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൈറോസ് അവൻ ആ ഡീമണ്ടയുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. വയലറ്റിനാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും കൈറോസിന്റെ മാനസികാവസ്ഥ. അവൻ ഒരുപാട് ദേഷ്യത്തിലും വെറുപ്പിലും അവന്റെ മനസ്സിലുള്ള ദുഃഖവും ഒക്കെ ചേർത്ത് വെച്ചാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ കൈറോസ് അവന്റെ കാലില് ഓൾറെഡി ഒരു ബുള്ളറ്റ് തറച്ചതുകൊണ്ട് തന്നെ അവനിപ്പോ വയ്യാതെ താഴേക്ക് വീഴും. ഡീമണ്ടയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് പ്രതീക്ഷയൊക്കെ വരും. അവൻ കൈറോസിനെ വെട്ടാനായി ഓടിയെടുക്കും. ആ സമയം കൈറോസ് ആണെങ്കിൽ സ്കാർലെറ്റും അവന്റെ കുഞ്ഞ് റബേക്ക അവര് മൂന്നുപേര് ഹാപ്പി ആയിട്ട് ജീവിച്ച പഴയ മെമ്മറീസ് അതൊന്നും മനസ്സിലൂടെ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതേസമയം ഇവിടെ വയലറ്റ് അവളുടെ ചേച്ചിയെ കൊന്നതിന് ശേഷം അവളുടെ അടുത്ത് വന്ന് ഒരു കൂസലും ഇല്ലാതെ ആ കാര്യം തുറന്നു പറഞ്ഞ ഡീമണ്ടയെ അവനെ കൊല്ലാനായിട്ട് കത്തിയായിട്ട് കടന്നുപോയ കാര്യം ആലോചിക്കും. പക്ഷെ ടാങ്ക് ആണെങ്കിൽ അവളെ തടയും. ദയവ് ചെയ്ത് മാഡം എടുത്ത് ചാടരുത്, അവന്റെ പവറിന് മുൻപിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഈ രാജ്യവും രാജ്യത്തിലെ ആളുകളും പട്ടാളക്കാരും അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പൊ അവരുടെ കൺട്രോളിലാണ്. സോ ഇപ്പൊ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയ അപകടമായി തീരുന്നു പറഞ്ഞ് അന്ന് അവൻ അവളെ തടഞ്ഞു. കട്ട് ചെയ്ത ഇപ്പൊ ഡീമണ്ടെ അവനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തില് കൈറോസിന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കൊന്നു തള്ളൂന്ന് പറഞ്ഞ് പാടൊക്കെ കറക്കി കറക്കി ഹായ് ആയിട്ട് ഇപ്പോ കൈറോസിന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം നമ്മുടെ കൈറോസ് അവൻ ചാടി എഴുന്നേറ്റ് ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ഡീമണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് രണ്ടായിട്ട് തകർന്ന് അവന്റെ നെഞ്ചില് ഒരു സ്ക്രാച്ച് വീഴുകയാണ്. അങ്ങനെ ഒരു മൂമെന്റ് ഡീമണ്ടെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൈറോസ് അട്ടിച്ചു പറയും, ഒരു കാരണവശാലും നീ നിന്റെ ടീമും ഇനി ഇവിടെ ജീവിച്ചിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ സമാധാനം ഈ ഐലാൻഡിൽ പുനഃസ്ഥാപിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അത് കണ്ട് റബേക്കയും റോബിനും ഇവിടെ വയലറ്റും അവര് മൂന്ന് പേരും പേട്ട് നിൽക്കും. ഇവിടെ കൈറോസിന് മാത്രം അവന്റെ വെറി അടങ്ങില്ല. ഡേമണ്ടേ ആണെങ്കിൽ ആ ഒരു അറ്റാക്കില് അടുത്തുണ്ടായിരുന്ന ഒരു കല്ലിൽ പോയി അട്ടിച്ചു വീഴും. അവന്റെ ബോഡിയിൽ ആഴത്തിൽ ഇഞ്ചറി പറ്റി അവന് പനങ്ങാനായിട്ട് കഴിയില്ല. ഇവിടെ നമ്മുടെ കൈറോസ് ആളങ്ങനെ ഒറ്റക്കാലിൽ എഴുന്നേറ്റ് പാട് പിടിച്ച് അവനെ നോക്കി നിൽക്കുകയാണ്. റബേക്കയ്ക്ക് ആണെങ്കിൽ പപ്പയെ കാണുമ്പോ ടോയ് സോൾജിയറിന് ഓർമ്മ വരും. കാരണം അവളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടം വരെ അവൾ കണ്ടത് ടോയ് സോൾജിയറിനെയാണ്. സോ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ അതങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. റോബിനാണെങ്കിൽ ഇപ്പൊ റബേക്കയുടെ കൈവിടും. നിനക്കിപ്പോ നിന്റെ പപ്പയുടെ അടുത്തേക്ക് പോവാം. അത് കേട്ട് റബേക്ക ഹാപ്പി ആയിട്ട് അവളുടെ പപ്പയുടെ അടുത്തേക്ക് അങ്ങനെ ഓടുകയാണ്. അതേസമയം റോബിനാണെങ്കിൽ ഒരുപാട് വേദനയിൽ ഒട്ടും വയ്യാതെ മുട്ടുകുത്തിയിരിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് റോബിന്റെ പുറകുവശം കാണിക്കും. റബേക്കയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് അയൺ ബോൾ അത് അവളുടെ പുറകിൽ കൊണ്ട് ചോര അങ്ങനെ ഒലിക്കുകയാണ്. ഇവിടെ കൈറോസും റബേക്കയും അവർ രണ്ടുപേരും തൊട്ടു മുൻപിലുള്ള ആ കട്ടയെ നോക്കുകയാണ്. ആക്ച്വലി അവിടെയാണ്
റബേക്കയുടെ അമ്മയെ അടക്കിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് ടോയ് സോൾജിയർ റബേക്കയ്ക്ക് വാക്ക് കൊടുത്തത്, നിന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. റബേക്കയും കൈറോസും അവർ രണ്ടുപേരും ഇപ്പൊ സ്കാർലറ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം വയലറ്റ് അവിടെ ഒരു സെക്കൻഡ് അവളുടെ ചേച്ചി സ്കാർലറ്റിനെ കുറിച്ച് ആലോചിക്കും. അതേസമയം ചുറ്റുമുള്ളവരുടെ മുഖത്ത് ഭീതി കൂടിക്കൂടി വരികയാണ്. അവർ വയലറ്റിനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, ആ ഡീമണ്ടെ അവൻ കൈറോസിനെ തകർത്തോ? ഉടനെ വയലറ്റ് ആണെങ്കിൽ കണ്ണു തുറന്ന് അവരോട് പറയും, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ കരുതിയതുപോലെ തന്നെ നമ്മുടെ നേതാവ് നമ്പർ 1 ഗ്ലാഡിയേറ്റർ കൈറോസ് അവൻ ഡീമണ്ടയെ തകർത്തു. അത് കേൾക്കേണ്ട താമസം കിങ്ങിന്റെ മുഖത്ത് പുഞ്ചിരി പടരും. അതേസമയം ചുറ്റുമുള്ളവര് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ന്യൂസാണ് ഇപ്പൊ വയലറ്റ് അവർക്ക് കൊടുത്തത്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തന്നെ തിരികെ കിട്ടുന്ന സമയം. ഇനി ആകെ ബാലൻസ് ഉള്ളത് രണ്ടേ പേരുടെ ഫൈറ്റാണ്. ഒന്ന് പിക്കയും സോറോയും തമ്മിലുള്ളത്, മറ്റൊന്ന് എല്ലാവരുടെയും തലവേദനയായ ആ മെയിൻ വില്ലൻ ഡോഫ്ലമിംഗോയും ലൂഫിയും തമ്മിലുള്ളത്. അത് രണ്ടും കൂടെ നമ്മുടെ ആൾക്കാർക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടെ സോൾവ് ആവും. ജനങ്ങൾ എല്ലാവരും ഇത്രയും കാലവും കരുതിയിരുന്നത് ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിലുള്ളവരാണ് ഏറ്റവും പവർഫുൾ എന്നാണ്. പക്ഷെ റിങ്കു ഫാമിലി അവരവരുടെ യഥാർത്ഥ പവർ കാണിച്ചിരിക്കുകയാണ്. പഴയ ആ ഒരു സമാധാനപൂർണമായ ജീവിതം അതധികം വൈകാതെ അവരുടെ മുൻപിലേക്ക് തിരികെ വരുമെന്ന് അവർക്കിപ്പോ പ്രതീക്ഷയുണ്ട്. ഉസോപ്പനാണെങ്കിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കിങ്ങിനെ കാണിക്കും. ആള് മാത്രം എന്തൊക്കെയോ ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. കാരണം മെയിൻ വില്ലന്മാര് അവരെല്ലാവരും ഓൾമോസ്റ്റ് മുട്ടുകുത്തി കഴിഞ്ഞു. വയലറ്റ് ആണെങ്കിൽ തീർത്തു പറയും, ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും പവർഫുള്ളായ അസിസ്റ്റൻസ് ആ പിക്കയും ട്രബോളുമാണ്. തകർക്കാൻ കഴിഞ്ഞ വിജയം അത് നമുക്ക് ഉറപ്പാണ്. 4 വില്ലന്മാരാണ് നമ്മുടെ വെല്ലുവിളി. പക്ഷെ ആ 4 പേർക്കും നമ്മൾ കണ്ടതിൽ വെച്ച് അവർ ഒരുപാട് കൂടിയവരാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു വിജയം അത് നമുക്ക് തന്നത് ആ സ്ട്രോ ഹാറ്റ് ലൂഫിയും അവന്റെ ടീമും ആണെന്ന് അവൾ പറയും. കിങ് ആണെങ്കിൽ ഇതെല്ലാം കേട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നു പോവാണ്. കിങ്ങിന്റെ തൊട്ടു പിന്നാലെ ടാങ്കും എന്തോ മനസ്സിൽ കരുതി ഉറപ്പിച്ച് നടന്നു നീങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ കാണിക്കും. ആളാണെങ്കിൽ അല്പം മുൻപ് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെയുള്ള സോൾജിയേഴ്സിനോട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കൺട്രോൾ നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും എത്രയും വേഗം കൺട്രോളിലാക്കണം. അതിനുശേഷം സാധാരണ ജനങ്ങളെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളമൊക്കെ സപ്ലൈ ചെയ്യണം. അതേസമയം ഇവിടെയാണെങ്കിൽ സോറോയും പിക്കയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. പിക്കയ്ക്ക് മനസ്സിലാവും സോറോ അവൻ നിസ്സാരക്കാരനല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ സ്ട്രെയിറ്റ് ആ ഫ്ലവർ ഫീൽഡിലേക്ക് വരികയാണ്. അപ്പവൻ കാണും അനക്കമില്ലാതെ കിടക്കുന്ന ഡീമണ്ടയെ. പിക്കയെ കണ്ട കൈറോസ് ആണെങ്കിൽ ഇപ്പൊ ഞൊടിയടെ സ്ക്വാഡ് എടുത്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.